നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന പരാതിയുമായിട്ടാണ് ഈ വീഡിയോ. ലഡാക്കിൽ ജെൻസി പിള്ളേർ ബഹളം വെച്ചു, എന്തോ വെടിവെപ്പുണ്ടായി. പിന്നെ പിണറായി വിജയൻ്റെ സാധാരണഗതിയിലുള്ള തമാശകൾ, കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ട്രംപ് അങ്ങനെ ചെയ്തു, പുടിൻ അതിൽ പോയി UN പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും അല്ല സംഭവം നടക്കുന്നത് ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിൽ CPI എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ പേര് കോൺഗ്രസ് ആയിട്ട് മാറും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്വഭാവമാണ്, അവർ കൂട്ടം കൂടുമ്പോൾ അവരുടെ പേര് അവർ കോൺഗ്രസ് ആക്കി മാറ്റും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസവുമില്ല. യഥാർത്ഥത്തിൽ സംഗതി ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പേരിടുന്നതിൽ തെറ്റൊന്നുമില്ല. CPIയുടെ ഈ 25ാം പാർട്ടി കോൺഗ്രസ്, അവർ പറയുന്നത് അവരുടെ പാർട്ടി സ്ഥാപിതമായത് 1925 ഉത്തർപ്രദേശിലെ കോൺപൂരിലാണ്. അവിടെയായിരുന്നു പോലും ആദ്യത്തെ പാർട്ടി കോൺഗ്രസ്. ഇത് 25ാം പാർട്ടി കോൺഗ്രസ്സാണ്. 100 വർഷം തികഞ്ഞു അവർക്ക്. 100 വർഷം ഒരുപാട് പേർക്ക് തികയാറുണ്ട്. ചണ്ഡീഗഡിലെ മയിൽ കുറ്റിക്കൊക്കെ 100 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ CPIക്കും ചണ്ഡീഗഡിൽ 100 വയസ്സ് തികഞ്ഞു എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഇതിലെന്താ ഇത്ര വലിയ കാര്യമെന്ന് ചോദിക്കരുത്. നമ്മുടെ നാടിൻ്റെ, ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം തീരുമാനിക്കാനുള്ള പുറപ്പാടിലാണ് CPI എന്ന് അതിൻ്റെ കഴിഞ്ഞ സെക്രട്ടറിയും ഇപ്പോഴത്തെ സെക്രട്ടറിയുമായ ശ്രീമാൻ ഡാനിയൽ രാജ അഭിപ്രായപ്പെട്ടു. അദ്ദേഹം ഉദ്ഘോഷിച്ചു. 800 പേരുള്ള പൊതുയോഗമാണ്. 800 പേര്, ഒന്നും രണ്ടുമല്ല. നിസ്സാര പരിപാടിയാണോ 800 പേരെ ചണ്ഡീഗഡിൽ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് വെച്ചാൽ നിസ്സാരമല്ല. നിങ്ങളൊന്ന് പങ്കെടുപ്പിച്ച് നോക്കിക്കുക, 800 പേരെ കിട്ടില്ല, ആളെ കിട്ടില്ല. അതാണ് CPIയുടെ സാമർഥ്യം. അപ്പോൾ എന്നെ ഇത് സ്പർശിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമ്മേളനം കഴിഞ്ഞ 22, 23, 24, 25, 26, 27, 28 അങ്ങനെ എന്തോ പോവുകയാണ്. എവിടെ വെച്ച് തീരുമെന്ന് അറിയാമില്ല. അത് തീർന്നു പോയ നടുക്ക് വെച്ച് അതും അറിഞ്ഞുകൂടാ. ഏതായാലും സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് 7 അടി പൊക്കമുള്ള ശ്രീമാൻ ഡാനിയൽ രാജ എന്ന D രാജ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പരമമായ ഒരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തി. BJP ഭാരതത്തിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് RSSൻ്റെ വിഷവും വീര്യവും വർദ്ധിച്ചിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നാണ്. അപ്പോഴാണ് എനിക്ക് വെളിവ് വീണത്. കഴിഞ്ഞ കുറേ കാലമായിട്ട്, ശരിക്കും പറഞ്ഞാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങി ഞാൻ ഈ വർഗീയ വിഷം ചീറ്റുന്ന ഒരു ഏർപ്പാടുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വിഷം തികയുന്നില്ല. വിഷത്തിൻ്റെ കോട്ട നാഗ്പൂരിൽ നിന്നാണ് അയച്ച് കിട്ടുന്നത്. ഇത് നേരത്തെ 1 മാസത്തേക്കുള്ള വിഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തികയും. നമുക്ക് കേരളത്തിൽ വർഗീയ വിഷം ചീറ്റാൻ ആവശ്യത്തിനുണ്ടാകും. ചിലപ്പോൾ ഇച്ചിരി ബാക്കിയൊക്കെ വരാറുണ്ട്. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിഷം തികയുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താ വിഷം നേരത്തെ തീർന്നു പോകുന്നു. മറ്റ് RSSകാരിൽ നിന്ന് കടം മേടിക്കേണ്ടി വരുന്നു എനിക്ക്. ഞാൻ നാഗ്പൂർ എഴുത്തയച്ചു, എനിക്കിത്രയും വിഷം പോരാ, കുറേ കൂടെ വേണം. നാഗ്പൂരിൽ നിന്ന് മറുപടി വന്നു, തനിക്ക് 1 മാസത്തേക്കുള്ള കോട്ട അയച്ചു തരുന്നുണ്ടല്ലോട്, പിന്നെ ഇത് തികയുന്നില്ല എന്ന് പറയുന്നത് താൻ തന്നെ ഈ വിഷം ഒന്ന് കുടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അവർ വഴക്ക് പറഞ്ഞു. എനിക്ക് സംഗതി മനസ്സിലാവുന്നില്ല, പക്ഷെ തികയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയത് D രാജയാണ്. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് വിഷവും വീര്യവും വർദ്ധിച്ചു RSSകാർക്ക്. ഞാനൊരു ചെറിയ RSSകാരനാണല്ലോ. എനിക്കും വിഷവും വീര്യവും വർദ്ധിച്ചു. വിഷം തികയാതെ വന്നു. സാധനം സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്നു. പിന്നെ നാഗ്പൂരിൽ നിന്നുള്ള സപ്ലൈ മാറിയിട്ട് ഡൽഹിയിൽ നിന്നായി. RSSൻ്റെ ആസ്ഥാനത്ത് നിന്നല്ല, BJPയുടെ ആസ്ഥാനത്ത് നിന്ന് സ്പെഷ്യൽ വിഷം തയ്യാറാക്കി അയച്ചു തുടങ്ങി നരേന്ദ്രമോദി. പിന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഇവരൊക്കെ
രാത്രി മുഴുവൻ ഇരുന്ന് വിഷം കലക്കി ഉണ്ടാക്കി അല്ലെങ്കിൽ പാക്കിങ് ചെയ്തിട്ട് തീവണ്ടിയെ കയറ്റി കേരളത്തിലേക്കൊക്കെ വിടാൻ പറ്റുള്ളൂ. നിസ്സാര സംഗതിയാണ്. വിഷം എത്ര വേണമെന്നാണ് വിചാരം. യോഗി ആദിത്യനാഥ് മുതൽ നിസ്സാരനായ എനിക്ക് വരെ വിഷം വിതരണം ചെയ്യണ്ടേ? ഇതിൻ്റെയൊക്കെ നിസ്സാര ചുമതലയാണ്. ഇത് കൂടാതെ ഞാനിത് എത്ര പേരോട് പറഞ്ഞ് വിഷമിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ നിങ്ങളോട് ഞാൻ തുറന്നു പറയാം. ഈ ദളിതൻ്റെ ചെവിയിൽ ഉരുക്കി ഒഴിക്കാനുള്ള ഈയം വേണ്ടേ? ഈയത്തിന് ഈയം തന്നെ വേണ്ടേ? ഈ അയിങ്കണ്ട ദളിതനൊക്കെ എത്ര ആൾക്കാരാണെന്നാണ് വിചാരം. ഇവരുടെയൊക്കെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണ്ടേ ഇത്? എൻ്റെ വീട്ടിലാണെങ്കിൽ രാവിലെ 2 പാത്രം ചൂടാക്കാൻ വയ്ക്കും. ഒന്നിൽ ചായ തിളപ്പിക്കും, മറ്റതിൽ ഈയ ഉരുക്കും. രാവിലെ മുതൽ കണ്ണി കണ്ട ഈ ദളിതനെയൊക്കെ പിടിച്ചിട്ട് ഇവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുക. ഇതാണ് എൻ്റെ പണി. ഇതുകൂടാതെ വിഷവും ചീറ്റണം. ഒരു മനുഷ്യന് എന്തെല്ലാം ജോലിയാണെന്ന് നോക്കിയാൽ നേരം വെളുത്ത് കഴിഞ്ഞാൽ. ഇതിങ്ങനെ അധ്വാനിച്ച് ഞാൻ വിഷമിച്ചപ്പോഴാണ് ഇതിൻ്റെ രഹസ്യം ഡാനിയൽ രാജ പറഞ്ഞു തന്നു. മോദി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ RSSകാരനൊക്കെ ഇത്ര പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കുന്തളിപ്പ്. ഈ കുന്തളിപ്പ് കൊണ്ടാണ് കൂടുതൽ വിഷവും കൂടുതൽ ഈയവും വേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ എനിക്കും ബോധം വെച്ചു ഡാനിയൽ രാജാവ് കാരണം. ഏതായാലും രാജാവിൻ്റെ ഇത് സമ്മേളനം നടന്നു. 800 പേര് പങ്കെടുത്തു. 800 പേര്. അതിൽ 135 പേരെ അവർ നാഷണൽ കൗൺസിലെടുത്തു. ബാക്കിയുള്ളവർ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു പ്രാണരക്ഷാർത്ഥം. കാരണം CPIയുടെ നാഷണൽ കൗൺസിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരിറങ്ങി ഓടി. 135 എണ്ണത്തെ ഈ D രാജയും അങ്ങേരുടെ ഭാര്യ ആനി രാജയും മറ്റുള്ള ആൾക്കാരുമൊക്കെ ഇവിടെ ബിനോയ് വിശ്വമൊക്കെ പുറകെ പിടിച്ച് മുണ്ടുമൊക്കെ മടക്കി കുത്തി നിൽക്കട അവിടെ എന്നൊക്കെ പറഞ്ഞ് 3-4 എണ്ണത്തെ കൈ കിട്ടി, ബാക്കി ഓടിക്കളഞ്ഞു. കിട്ടിയതിനെയൊക്കെ പിടിച്ച് നാഷണൽ കൗൺസിലൊക്കെ ചേർത്തു. 12 പേരടങ്ങിയ എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇവർക്ക് പോളിറ്റ് ബ്യൂറോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. CPI എമ്മിനുള്ള CPIക്കും പോളിറ്റ് ബ്യൂറോ ഉണ്ടാവേണ്ടതാണ്. ഇനി ഉണ്ടായിട്ട് പത്രത്തിൽ പേര് വരാഞ്ഞതാണോ? പത്രക്കാരും പഴയ പോലൊന്നും അല്ലെന്ന്. പത്രത്തിലും ചാനലിലും ഒക്കെ ഇഷ്ടം പോലെ CPIക്കാരുണ്ട്. പക്ഷേ എന്ത് ഗുണം? അവരെല്ലാം CPMൻ്റെ പിന്നാലെയാണ്. CPIയും അങ്ങനെ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ MN സ്മാരകത്തിലിരുന്നു കൊണ്ട് പിണറായി സർക്കാരിനെ വിമർശിക്കും. എന്നിട്ട് അപ്പുറത്ത് പിണറായി സർക്കാരിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ക്യാബിനറ്റിലിരിക്കും. പിണറായി വിജയൻ ചോദിക്കും, എന്താ ചിഞ്ചുറാണി? ഒന്നുമില്ല സാർ. അല്ലെ എന്തോ അവിടെ MN സ്മാരകത്തിൽ വർത്തമാനമൊക്കെ കേട്ടു. അതൊക്കെ വെറുതെ പിള്ളേരെന്തോ തമാശ പറഞ്ഞു. സഖാവ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എന്നാൽ പിന്നെ ആ നോട്ടിൽ എല്ലാവരും ഒപ്പിട്ടേ. ക്യാബിനറ്റ് നോട്ട് നമ്മളുടെ ഡോക്ടർ ജയതിലക് ഇരുന്ന് തയ്യാറാക്കിയത്. പിണറായി വിജയൻ അതും കണ്ടിട്ടില്ല. ജയതിലകനോട് ചോദിക്കും, എല്ലാമൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സാർ. എന്നാൽ പിന്നെ എല്ലാം ഒപ്പിട്ടു. കഴിഞ്ഞു. ഇവർ തിരിച്ച് MN സ്മാരകത്തിൽ പോയിട്ട് വീണ്ടും പിണറായി ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ചാണ്ടിഗഡ് സമ്മേളനത്തിൽ തന്നെ ഈ പ്രശ്നമുണ്ടായി. ചാണ്ടിഗഡ് സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് സഹോദര പാർട്ടിയായ CPIഎമ്മിനെ ഇവർ വിളിച്ചു. അവിടെ പോയി നമ്മുടെ CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സാന്നിധ്യത്തിൽ D രാജ പ്രസംഗിച്ചു. മോദി ഫാസിസ്റ്റാണ് എന്ന് പ്രസംഗിച്ചു. MA ബേബി തിരുത്തി. മോദി ഫാസിസ്റ്റ് അല്ല, ഫാസിസ്റ്റ് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രവണതയേ ഉള്ളൂ, മുഴുവൻ ഫാസിസ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ കൂടാതെ അത് പ്രവണത കുറേശ്ശെ മുഴച്ച് വരുന്നുണ്ട്. മോദിയുടെ തലയിൽ കൊമ്പ് പോലെ ഇങ്ങനെ മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സൂക്ഷിച്ച് നോക്കിയോ കാണാൻ കേട്ടോ. അത് ഫാസിസ്റ്റ് പ്രവണതയാണ് മുളച്ച് വരുന്നത്. ഇതാണ് MA ബേബിയുടെ അഭിപ്രായം. D രാജ പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ പിള്ളേരെ കണ്ണ് കാണാൻ മേലെ? അങ്ങനെ D രാജയ്ക്ക് 75 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിള്ളേരെ എന്നൊക്കെ വിളിക്കും. എന്താണ് പിള്ളേർ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ? എനിക്ക് കൃത്യമായിട്ട് കാണാമല്ലോ. ഫാസിസത്തിൻ്റെ 2 കൊമ്പ് മുളച്ച് വളഞ്ഞ് നിൽക്കുന്നു മോദിയുടെ തലയിൽ. നിങ്ങൾക്കിനി ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക? ഈ രാജ്യത്തിന് എന്താ ഒരു പുരോഗതിക്ക് മാർഗം? ഇതാണ് D രാജയുടെ ചോദ്യം. അപ്പോൾ അതിനിടയ്ക്ക് പാർട്ടി സെക്രട്ടറി ആരാണ് എന്നൊരു തർക്കം വന്നു. പാർട്ടി സെക്രട്ടറി കാര്യത്തിൽ എന്നും തർക്കമാണ്. ആ തർക്കത്തിലാണ് CPIയും CPMും രണ്ടായത് തന്നെ. നിങ്ങൾക്കറിയാം, 1964 ഇവർ പിളരുന്നത് ഈ
നേതൃത്വത്തെ ചൊല്ലിയുള്ള വഴക്കാണ്. എസ്.എ. ഡാങ്കെ പാർട്ടിയുടെ ചെയർമാൻ, ഇവരുടെ നാഷണൽ കൗൺസിൽ കൂടുമ്പോൾ ബോംബെയിൽ നിറങ്ങുന്ന കറൻറ്റ് എന്ന വാരികയിൽ ഒരു ലേഖനം അടിച്ചു വന്നു. അതിൽ എസ്.എ. ഡാങ്കെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം. എസ്.എ. ഡാങ്കെ ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്തുകളാണ്. നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് അവർ സംഘടിപ്പിച്ചതാണ്. ആ കത്തുകളിൽ എസ്.എ. ഡാങ്കെ പറയുന്നത്, എൻ്റെ പാർട്ടിയുടെ നിരോധനം നീക്കിത്തായോ, ഞാൻ ബ്രിട്ടീഷുകാരുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറാണ്, എൻ്റെ പൊന്നു ചേട്ടാ എന്തിനാ എൻ്റെ പാർട്ടിയെ നിരോധിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുള്ള കത്തുകളാണ്. ഈ കത്തുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേരങ്ങ് ഉടക്കി. എസ്.എ. ഡാങ്കെ നാഷണൽ കൗൺസിലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണം, വേറെ ഒരു താൽക്കാലിക ചെയർമാനെ ഇരുത്തി വേണം ഇനി യോഗം മുന്നോട്ട് പോകാൻ. എസ്.എ. ഡാങ്കെ ഈ ബ്രിട്ടീഷുകാരുടെ കാല് നക്കാനായിട്ട് കത്ത് കൊടുത്ത ആളാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് EMS, ജ്യോതി ബാസു, സുന്ദരയ്യ ഇവരൊക്കെ കച്ചറയുണ്ടാക്കി. അതിൻ്റെ കൂടെ നമ്മുടെ VS അച്യുതാനന്ദനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. VS അച്യുതാനന്ദൻ അന്ന് ഇപ്പോൾ നമ്മുടെ പാർട്ടിയിൽ ആനാവൂർ നാഗപ്പൻ എന്നൊക്കെ പറയില്ലേ, ആ സ്റ്റാറ്റസാണ് VS അച്യുതാനന്ദൻ എന്നുള്ളത്. എന്തുമായിക്കോട്ടെ, ഇവരെല്ലാം കൂടെ ബഹളമൊക്കെ വെച്ചു. മറ്റവർ കേട്ടില്ല, അവർക്കായിരുന്നു ഭൂരിപക്ഷം. അവർ ഡാങ്കയുടെ അധ്യക്ഷതയിൽ സമ്മേളനം തുടങ്ങി, ഇവരിറങ്ങിപ്പോയി. അതാണ് 32 പേരിറങ്ങിപ്പോയി CPIM രൂപീകരിച്ചു എന്നൊക്കെ ഡീക്കടിക്കുന്ന സംഭവം. അതിന് പിന്നിൽ വലിയ തിയറിയൊക്കെ ഉണ്ട് കേട്ടോ. റഷ്യൻ വിപ്ലവത്തിൻ്റെ കൂടെ നിൽക്കണോ, ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കൂടെ നിൽക്കണോ, ജനകീയ ജനാധിപത്യം വേണോ, ദേശീയ ജനാധിപത്യം വേണോ, ഇതുപോലെയുള്ള ഈ ഉണക്കത്തർക്കമൊക്കെ ഉണ്ടല്ലോ, പേജുകളോളം ഇവർ എഴുതി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കുന്നു, റഷ്യയിലേക്ക് കത്തയക്കുന്നു. റഷ്യയിൽ നിന്ന് എൻ്റെ അമ്മ ഉള്ള ഓവെല്ലാം കൂടെ ഇറങ്ങുന്നു. ഓവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലങ്കോവ്, ഷഡനോവ്, ചെക്കോവ്, ഗോർബച്ചോവ്, ഇതുപോലത്തെ ഒരുപാട് ഓവുകളുണ്ടല്ലോ റഷ്യയിൽ. അവരൊക്കെ വന്ന് ഇവിടെ സമാധാനം സ്ഥാപിക്കാനായിട്ട് ഇവന്മാർ പറഞ്ഞാൽ കേൾക്കണില്ല. അവസാനം എങ്ങനെയെങ്കിലും തൊലയട്ടെ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചുപോയി. ചൈനയിൽ നിന്ന് ആരും വന്നില്ല, അവരവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതല്ലാതെ ഇങ്ങോട്ടാരും വന്നില്ല. ചുരുക്കി പറഞ്ഞ് ഇവർ രണ്ടായിട്ട് പിളർന്നു. ഇതാണ് CPIM ആയിട്ട് പിളർന്നതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ എഴുതിക്കൂട്ടി വലിയ വോളിയമാക്കുന്നതല്ലെന്ന്. സംഭവം ഇത്രയേ ഉള്ളൂ. ഡാങ്കയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും കയറിയിരിക്കണം, പ്രിഫറബിളി സുന്ദരയ്യ, അങ്ങനെയായിരുന്നു തോന്നുന്നു സീനിയർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അയ്യ. ഇപ്പോഴും ഇത് തന്നെ സംഭവം. ഇവരായ കാലത്ത് ഒരു പ്രമേയം പാസ്സാക്കി, 75 വയസ്സ് കഴിഞ്ഞവർ വീട്ടിൽ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് CPI ഒരു പ്രമേയം പാസ്സാക്കി. അന്ന് ആർക്കും 75 കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. കാലം പോകുകയല്ലേ. അങ്ങനെ വന്ന് ഈ സെക്രട്ടറി D രാജയ്ക്ക് 75 കഴിഞ്ഞു. അപ്പോൾ കുരുക്കായി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, പ്രത്യേകിച്ച് കേരളത്തിൽ ബിനോയ് വിശ്വം അവരവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, 75 വയസ്സായാലും റിട്ടയർ ചെയ്യണം. അത് ഡാനിയൽ രാജാവാണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും രാജാവാണെങ്കിലും ശരി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി രാജ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. അങ്ങനെ 75 റിട്ടയർമെൻറ്റ് അങ്ങനെ അത് അദ്ദേഹത്തിന് ആപ്ലിക്കബിൾ അല്ല, അത് ബാധകമല്ലാതെയാക്കി പ്രമേയം പാസ്സാക്കിയിട്ട് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ കൊണ്ട് ക്യാമ്പയിൻ നടത്തിച്ചു. എന്തുവായിക്കോട്ടെ, അത് ഗുണം കണ്ടു എന്ന് തോന്നുന്നു. 75 വയസ്സ് എന്നുള്ളതിൽ ഇളവ് ചെയ്തിട്ട് രാജാ തന്നെ തുടരട്ടെ എന്ന് തീരുമാനമായി. അങ്ങനെ രാജാവിന് ഒരു ടേം കൂടെ സ്ഥാനം ഉറച്ചു. രാജാവ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഡാനിയൽ രാജാവ് നിസ്സാരക്കാരനല്ലല്ലോ, തമിഴനാണ്. പുള്ളിക്ക് ഗതികെട്ട് കഴിഞ്ഞപ്പോൾ പണ്ട് വലിയ ഫാസിസ്റ്റായിരുന്ന ജയലളിതയുടെ കാൽക്കൽ വീണാണ് ഒരു രാജ്യസഭാ സ്ഥാനം നേടിയത്. ഇന്നിപ്പോൾ രാജ്യസഭയിലും കഴിഞ്ഞിൽ പോലും CPI ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്തോ ഒരു സീറ്റോ 2 സീറ്റോ അങ്ങനെയാണുണ്ട്. 0.001% വോട്ടുണ്ട്. ദേശീയ പാർട്ടി സ്ഥാനം പോയി. 2023 തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇവരെ വിളിപ്പിച്ചു. അതിനു മുമ്പ് വിളിപ്പിച്ച 2019 തന്നെ ഇത് മുടിഞ്ഞു മുണ്ടക്കോല് തല്ലിയതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, അതേ നിങ്ങളുടെ ദേശീയ സ്ഥാനമൊക്കെ പോയി കേട്ടോ. ഇല്ല ചേട്ടാ, ഞങ്ങൾ അതേ 1-2 തെരഞ്ഞെടുപ്പ് ചേട്ടൻ ഞങ്ങളൊന്ന് കലക്കി ഒന്ന് പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ വെയിറ്റ് ചെയ്തു. 2023 വരെ വെയിറ്റ് ചെയ്തു.
വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ദേശീയ പാർട്ടി സ്ഥാനം ക്യാൻസൽ ചെയ്യുകയാണ്, നിങ്ങളിനി സംസ്ഥാന പാർട്ടിയായിട്ട് അറിയപ്പെടും. ഈ സംസ്ഥാന പാർട്ടി ആയിക്കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഒരു സംസ്ഥാനത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങും. വേറൊരു സംസ്ഥാനത്തിൽ അതേ ചിഹ്നത്തിൽ വേറൊരു പാർട്ടിക്കാരന് വേണമെങ്കിൽ മത്സരിക്കാം. ഇതൊക്കെയാണ് വരുന്ന കുരുക്കുകൾ. പിന്നെ ലോക്സഭയിലോ രാജ്യസഭയിലോ എന്തോ പ്രിവിലേജോ അതോ ഇതോ ഒക്കെ നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ഷീണമാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഇലക്ഷൻ കമ്മീഷൻ നിയമത്തിൽ പറഞ്ഞതിന് മാക്സിമം ഇളവ് കൊടുത്ത് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയൊക്കെ നോക്കി, എന്നിട്ടും രക്ഷയില്ല. 2023 ഇലക്ഷൻ കമ്മീഷൻ ഇവരെ ദേശീയ പാർട്ടി സ്ഥാനം ഇല്ലാതെയാക്കി. പക്ഷേ വാചകത്തിന് അപ്പോഴും കുറവൊന്നുമില്ല. ഭയങ്കര വാചകമാണ്. നമ്മളുടെ ബിനോയ് വിശ്വമൊക്കെ പരിസ്ഥിതിയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേട്ടില്ലേ? ഭയങ്കര അയ്യോ എന്തൊരു പ്രസംഗം, അടിച്ച് കസറും അങ്ങോട്ട്. ദാനിയേൽ രാജ ഇപ്പോൾ ഭരണം പിടിക്കുമെന്നും പുള്ളി അണികൾക്ക് ആഹ്വാനം കൊടുത്തു. ഇന്ത്യൻ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാതെ ഇനി വിശ്രമിക്കരുത് എന്ന് പുള്ളി തീർത്തങ്ങ് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒന്ന് കിടക്കാനായിട്ട് പോയി. പുള്ളിക്കിടയ്ക്ക് കിടക്കണം, കാരണം നീളം കൂടുതലാണ്. ദാനിയേൽ രാജയ്ക്ക് ഒരു 7 അടി പൊക്കം വരും ഇല്ലേ കണ്ടാൽ. അപ്പോൾ ഈ സ്ട്രക്ചർ എവിടെയെങ്കിലും ചാരിയോ കുത്തിച്ചാരി വെച്ചില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഇതിങ്ങനെ നിൽക്കില്ലല്ലോ നീളം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്രമിക്കാൻ പോയി, ബാക്കിയുള്ളവർ വിശ്രമമില്ലാതെ പണിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്തു. പാർട്ടി സ്വയം വിമർശനം നടത്തി കണ്ടെത്തി എന്താണെന്നറിയാമോ? പാർട്ടി യോഗങ്ങൾ നടക്കുന്നില്ല, ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടായിട്ട് വേണ്ടേ പ്രവർത്തിക്കാൻ? അതെന്ത് പോക്കൃത്തിലാടോ, ഉള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉന്തും തള്ളുമൊക്കെ ബഹളമായി. നിൽക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കാശൊക്കെ പിണറായി വിജയൻ തരുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ കേരള ഘടകത്തിന് പ്രത്യേക അവാർഡ്, പ്രത്യേക ജൂറി പരാമർശം കേരള ഘടകത്തിന്. ഏറ്റവും അധികം പാർട്ടിക്ക് വേണ്ടി സംഭാവന പിരിക്കുന്നത് കേരള ഘടകമാണ് എന്ന് പറഞ്ഞിട്ട് കൈയടിച്ച് പാസ്സാക്കി. അങ്ങനെ ബിനോയ് വിശ്വം ഒന്ന് ഹീറോ ആയി. ബിനോയ് വിശ്വത്തിനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഒന്ന് ശ്രമിച്ചൊക്കെ നോക്കി, ബാക്കിയുള്ളവർ സമ്മതിച്ചില്ല. ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ആളുണ്ട് മാത്രമല്ല വിദേശത്തു നിന്ന് ഡെലിഗേറ്റ്സ് പങ്കെടുത്തു. നിങ്ങളെന്താ വിചാരിച്ചത്? വിദേശത്തു നിന്ന് പാലസ്തീൻ, ക്യൂബ 2 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. ഞാൻ ടി വിയിൽ കണ്ട കാര്യമാണ് പറയുന്നത്. ക്യൂബ എന്ന് പറഞ്ഞ് ചുവന്ന തുണിയും പിടിച്ച് കുറേ ആൺപിള്ളേരും പെൺപിള്ളേരും ഇങ്ങനെ വേദിയുടെ കുറുകെ ഇങ്ങനെ നിൽക്കുന്നു. ക്യൂബൻ പ്രതിനിധി അവിടെ ഇരിക്കുന്നു, പാലസ്തീൻ പ്രതിനിധി പ്രസംഗിക്കുന്നു. പാലസ്തീൻ പ്രതിനിധി പറയുകയാണ്, ഇത്രയും വലിയ ജനപിന്തുണ ഞങ്ങൾക്ക് ഭൂലോകത്ത് എങ്ങു നിന്നും കിട്ടിയില്ല. ഈ ജനക്കൂട്ടം എന്നെ ആവേശഭരിതനാക്കുന്നു. ആവേശഭരിതനാകും. 1ഉം 2ഉം അല്ല, 800 പേരാണ് മുമ്പിലിരിക്കുന്നത്. പിന്നെ എങ്ങനെ ആവേശം കയറാതിരിക്കും? 800 പേരെ കണ്ട രോമാഞ്ചം കൊണ്ട് പാലസ്തീൻകാരന് ബോധക്ഷയം വരുമെന്നുള്ള സ്ഥിതിയായി. ക്യൂബക്കാരനെ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ പാലസ്തീനാണോ ക്യൂബയാണോ ആർക്കറിയാം? 2 പേരെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ, പണ്ട് ഞാൻ CPIയുടെ ജനയുഗം പത്രത്തിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ, മൻമോഹൻ സിംഗും സ്വരൺ സിംഗും ചരൺ സിംഗും ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന ഏർപ്പാട്. അപ്പോൾ അതുപോലെ ഇയാൾ പാലസ്തീനിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ ആൾ ക്യൂബയിൽ നിന്നാണ്. ഇവർക്ക് വേറെ 10-30 രാജ്യങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാരെ കൊണ്ടുവരാൻ വരുന്നത്. അവിടെ തന്നെ ഡൽഹിയിൽ അലഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും അനാഥപ്രേതങ്ങളെ വിളിച്ചിട്ട്, എടാ നീ ഫിലാഡൽഫിയയിലെന്ന് പറഞ്ഞേക്കണം. ഫിലാഡൽഫിയ അത് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആളെ കയറ്റി ഇരുത്തിയിട്ട് ഈ മാമാങ്കം നടത്താം. ഏതായാലും അങ്ങനെ ഗംഭീരമായിട്ട് ഇന്ത്യ മൊത്തം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPI. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ദാനിയേൽ രാജാവിൻ്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം, ചിഞ്ചുറാണി, പി പ്രസാദ്, രാജൻ, ഇതുപോലെയുള്ള മഹാരഥന്മാരും രഥിനികളും ഒക്കെ ചേർന്നെടുത്തിട്ട് നിങ്ങളതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല എന്നത് വളരെ ഖേദകരമാണ്. ഈ രാജ്യം താമസിയാതെ ഭരിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് ഇല്ലാത്ത ശുദ്ധ CPI. അവരാണ് ഭാരതത്തിൻ്റെ ഭാഗധേയം തീരുമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവരുടെ രഥത്തെ പിടിച്ചു കെട്ടുവാൻ ആരുണ്ട് എന്നതാണ് ഭാരതം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നവർക്ക് CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നതായിരിക്കും. താങ്ക് യു.